ഇതൊരു ഞെട്ടിക്കൽ ടീം തന്നെ. ഓസ്ട്രേലിയ അട്ടിമറിച്ചുകൊണ്ട് 2026 T20 വേൾഡ് കപ്പിൽ ഒരു ഞെട്ടിക്കൽ എൻട്രി നടത്തിയിരിക്കുകയാണ് സിംബാബ്വെ ടീം. ഈ ഒരു സമയത്ത് 80s 90s കിഡ്സ് പറയും, ഇതൊരു കുഞ്ഞൻ ടീമല്ല സാറേ, അങ്ങനെ എഴുതി തള്ളാൻ പറ്റുന്ന ടീമല്ല. അവർ ഞെട്ടിക്കൽ ടീമുകൾക്കിടയിലെ വമ്പന്മാരാണ്, കൊമ്പന്മാരാണ്. എപ്പോഴും പ്രതാപശാലികളുടെ കൊമ്പടിച്ച് പാരമ്പര്യമുള്ളൊരു ടീമാണ്. സിംബാബ്വെക്ക് അങ്ങനെ ഒരു വലിയ കഥയുണ്ട്. 1983 വേൾഡ് കപ്പ് മുതൽ വമ്പന്മാർക്കിടയിലെ വലിയ പേടി സ്വപ്നമായി സിംബാബ്വെ വളർന്നു തുടങ്ങിയതാണ്. 1983 വേൾഡ് കപ്പ് സിംബാബ്വെക്ക് അത്ര മനോഹരമായ ഒരു വേൾഡ് കപ്പ് ഒന്നും ആയിരുന്നില്ല. 6ൽ 5 കളികളും തോറ്റു. പക്ഷേ ജയിച്ചൊരു കളിയിൽ പരാജയപ്പെടുത്തിയത് ഓസ്ട്രേലിയയാണ്. പിന്നീട് 1992 വേൾഡ് കപ്പില് ക്രിക്കറ്റിന്റെ അതികായകന്മാരെന്ന് സ്വയം വിശ്വസിക്കുന്ന ഇംഗ്ലണ്ടിന്റെ കൊമ്പടിച്ചുകൊണ്ടാണ് സിംബാബ്വെയുടെ പടപ്പോരാളികൾ പടപൊരുതിയത്. പക്ഷെ 80കളിലെയും 90കളിലെയും ക്രിക്കറ്റ് ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ക്രിക്കറ്റ് വസന്തം സമ്മാനിച്ചതിലും സിംബാബ്വെക്ക് ഒരു വലിയ പങ്കുണ്ട്. 1999 വേൾഡ് കപ്പുകളിലും 1998 കൊക്കക്കോള കപ്പിലും 1999 ഇന്ത്യയെ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ വമ്പന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സിംബാബ്വെ എന്ന് പറയുന്ന ടീം അവരുടെ ശക്തി അടയാളപ്പെടുത്തിയത്. സൂപ്പർ 6 പോരാട്ടങ്ങളിൽ വരെ എത്തിയ ടീം. അതുപോലെ തന്നെ കൊക്കക്കോള കപ്പിൽ ഫൈനലിലേക്ക് ഇന്ത്യയുടെ കൂടെ ഏറ്റുമുട്ടാൻ തയ്യാറെടുത്ത ആ ഒരു ടീമിനെ ഒരിക്കലും കുറച്ചു കാണാൻ പറ്റില്ല. പലപ്പോഴും വമ്പൻ പേരുകൾ കൊണ്ട് സമ്പന്നവുമായിരുന്നു സിംബാബ്വെ ക്രിക്കറ്റ്. ആന്റി ഫ്ലവറും ഗ്രാൻഡ് ഫ്ലവറും അടങ്ങുന്ന സഹോദരങ്ങളും ഹീൽ സ്ട്രീക്ക് എന്ന് പറയുന്ന ഒരു കിടിലൻ ബൗളറും അതിലുപരി ഒരു കിടിലൻ ക്യാപ്റ്റനും. ആ കാലഘട്ടത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റ് രാജ്യങ്ങളായിട്ടുള്ള ഒരുവിധം എല്ലാ ടീമുകളെയും അട്ടിമറിക്കാൻ ഈ ഒരു ടീമിന് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അവർ ടെസ്റ്റ് ക്രിക്കറ്റിൽ എൻട്രി നേടിയതിനു ശേഷം പാകിസ്ഥാനെതിരെ, അന്നത്തെ പ്രതാപശാലികളായിട്ടുള്ള പാകിസ്ഥാനെതിരെ ഒരു ഇന്നിങ്സ് വിജയം ഉൾപ്പെടെ നേടിയെടുത്തവരുമാണ്. 2026 T20 വേൾഡ് കപ്പിന്റെ ഒരു തനി പകർപ്പെന്ന പോലെ 2007 T20 വേൾഡ് കപ്പിലും ഓസ്ട്രേലിയക്ക് ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു സിംബാബ്വെയുടെ കയ്യിൽ നിന്ന്. 2001 അവരുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് ക്രിക്കറ്റിലേക്ക് കടന്നു ചെന്നില്ലായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഏറ്റവും ശക്തമായ ടീമുകളിൽ ഒന്നായി സെലിബ്രേറ്റ് ചെയ്യാൻ സാധ്യതകളുള്ള ഒരു ടീമായിരുന്നു സിംബാബ്വെ ടീം. 80കളിലെയും 90കളിലെയും കിഡ്സ് പറയും, സിംബാബ്വെ അട്ടിമറിക്കാരെന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ വരട്ടെ, അവർ ഒരു കാലത്ത് ക്രിക്കറ്റിലെ പ്രതാപശാലികളുടെ പേടി സ്വപ്നമായിരുന്നു. ഇന്നും തുടരുന്നു ആ ഒരു പേടി സ്വപ്നവുമായിട്ട് സിംബാബ്വെ ക്രിക്കറ്റിന്റെ ആ ഒരു ജൈത്രയാത്ര. സിക്കന്ദർ റാസയെ പോലുള്ള താരങ്ങൾ സിംബാബ്വെ ക്രിക്കറ്റിന് നൽകുന്ന ഒരു പുതിയ പ്രതീക്ഷയാണ്. ആ ഒരു പ്രതീക്ഷയോടുകൂടി അവർ മുന്നോട്ട് പോകട്ടെ. അട്ടിമറിക്കാരല്ല, ഞെട്ടിക്കൽക്കാരല്ല, ഒരു കാലത്ത് പ്രതാപശാലികളായി വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു ടീം തന്നെയാണ് സിംബാബ്വെ. പക്ഷെ ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. സിംബാബ്വെയോടെ കഴിഞ്ഞ കളിയിൽ തോറ്റുപോയിട്ടുള്ള ഓസ്ട്രേലിയ അഭിനയമാണ്. അവർ പുറത്താകുന്നത് വരെ അവരെ എഴുതി തള്ളാൻ പറ്റൂല പറയാം. അതാണ് ചരിത്രം. സിംബാബ്വെ ക്രിക്കറ്റ് തകർത്തു.